വെൽക്കം ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഫിഫ്തിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫിഫ്ത്ത് ചാപ്റ്റർ ആണ്. വരയ്ക്കാം വായിക്കാം എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ പാഠത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഏതാണെന്ന് നോക്കാം. കൂടാതെ PSCക്ക് ആവശ്യമായിട്ടുള്ള ഇതിൽ ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രമാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു പാഠത്തിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഭൂപടങ്ങളെ കുറിച്ചിട്ടും നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് നമ്മളിപ്പോ ഒരു ഗ്രാഫ് വരയ്ക്കല്ലോ, അതിനനുസരിച്ച് വടക്ക് കിഴക്ക് ദിശകളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ടാണ് ഈ ക്ലാസ് മുൻപോട്ട് പോകുന്നത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാണോ അതാണ് കിഴക്ക് എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതാണ് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് വടക്ക് നോക്കി യന്ത്രത്തിനെ കുറിച്ചാണ്. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സാധാരണ ഇതിന്റെ നീഡിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചിയാണ്. അത് തെക്ക് വടക്ക് ദിശയിലാണ് സാധാരണ നിലകൊള്ളുന്നത്. അപ്പോ പണ്ട് നാവികരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് യാത്രകളൊക്കെ ചെയ്തിരുന്നത്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഭൂപടത്തിൽ സാധാരണയായിട്ട് ദിശ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതിപ്പോ കണ്ടോ, ദിശ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഭാഗമാണ്, കിഴക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ. സാധാരണ ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 3 ചിഹ്നങ്ങളെ കുറിച്ചിട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ചിത്രത്തില് ഒരു ബോൾ തന്നിട്ടുണ്ട്. ആ ബോളിനെ കുറുകെയുള്ള രേഖകളും നെടുകെയുള്ള രേഖകളും കാണിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനെ മാർക്ക് ചെയ്യാനാണ്. അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു വീട് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ, ഈ ഒരു സ്പിയറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഗോളത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി സാധാരണ രീതിയിൽ ഇതാണ് നമ്മുടെ ഇപ്പൊ ഭൂമി എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും നടുക്ക് ഇവിടെ റെഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യരേഖയാണ്. ഈ ഭൂമധ്യരേഖയുടെ മുകൾ ഭാഗത്തുള്ളത് വടക്കേ അർദ്ധഗോളവും താഴെയുള്ളത് തെക്കേ അർദ്ധഗോളവുമാണ്. അതായത് ഈ മുകൾ ഭാഗത്തുള്ള എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? ഉത്തര അർദ്ധഗോളാണ്. താഴെയുള്ളത് ദക്ഷിണ അർദ്ധഗോളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ എവിടെ വരുന്നത്? ഉത്തര അർദ്ധഗോളത്തിലാണ്, അഥവാ വടക്കേ അർദ്ധഗോളത്തിലാണ് ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് ഇത് ഭൂമധ്യരേഖകളാണ്. അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ഈ വരച്ചിരിക്കുന്നതിനെയൊക്കെ നമ്മൾ അക്ഷാംശ രേഖകൾ എന്നാണ് പറയാ. അതേസമയം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെ നമ്മൾ രേഖാംശ രേഖകൾ എന്നാണ് പറയാ. ഓക്കെ ആണല്ലോ. അപ്പോ ലംബമായിട്ട് വരച്ചിരിക്കുന്നത് എന്താണ്? അക്ഷാംശ രേഖകളാണ്. ഓക്കെ ആണല്ലോ. ഇനി ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. അതായത് ദാ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ. എന്നാൽ ഈ ഒരു മാതൃകേനെ നമ്മൾ എന്താണ്, അതിന്റെ എല്ലാ ഉപരിതല സവിശേഷതകളും ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർക്കുമ്പോൾ അതെന്തായി ഭൂപടമായിട്ട് മാറാണ്. ഇതാണ് ലോക ഭൂപടം. ഇത് നമുക്കിപ്പോ കേരളത്തിന്റെ പെർട്ടിക്കുലർ ഭൂപടം തരുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. സാധാരണ രീതിയിൽ ഒരു ഭൂപടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും? തലക്കെട്ടുണ്ടായിരിക്കും, എന്തിനെ കുറിച്ചിട്ടാണ് എന്ന് കാണിക്കണം. ദിശ ഉണ്ടായിരിക്കും, സൂചികകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോ സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി അഥവാ തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാം എഴുതി കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതിനാണ് നമ്മൾ സൂചികകൾ വെക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് സൂചികകൾ ചിലപ്പോഴൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖേനെയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന് പറയാറുള്ളത്. ഭൂപടശാസ്ത്രം എന്നല്ല, പൊതുവെ ചോദ്യങ്ങളിലെ കാർട്ടോഗ്രഫി എന്നാണ് പറയാറുള്ളത്. അത് തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രഫർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ രാജ്യത്ത് ഭൂപടം നിർമ്മിക്കാനും പരിശോധിക്കാനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാഖേനെ കാർട്ടോഗ്രഫി എന്ന് വിളിക്കും. അത് തയ്യാറാക്കുന്നത് കാർട്ടോഗ്രഫർ ആണ്. സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഡീൽ ചെയ്യുന്നത്. അതിന്റെ ആസ്ഥാനം വരുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്, ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഭൂപടം തന്നിട്ടുണ്ട്. നോക്കുക, നമുക്ക് ഇവിടെ തലക്കെട്ട് തന്നിട്ടുണ്ട്, ഇവിടെ ദിശ തന്നിട്ടുണ്ട്. പിന്നീട് ഓൾറെഡി കുറെ മാർക്കിങ്സും അതിനനുസരിച്ചിട്ടുള്ള ഇപ്പത്തേ കണ്ടോ ആസ്ഥാനങ്ങളെയൊക്കെ കാണിക്കുന്നതായിട്ടുള്ള തലസ്ഥാനങ്ങളൊക്കെ കാണിക്കുന്നതായിട്ടുള്ള രാജ്യത്തിന്റെ തലസ്ഥാനം, അതുപോലെ സംസ്ഥാന കേന്ദ്ര പ്രദേശ തലസ്ഥാനങ്ങളൊക്കെ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇപ്പൊ ദാ ഉത്തർപ്രദേശിനെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഇതിൽ അറിഞ്ഞിരിക്കാനും ഉണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് എന്താണ്?
8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടിയായിട്ട് പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 8 സംസ്ഥാനങ്ങളുടെ അതിർത്തിയുണ്ട്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിനെ എന്ത് പറയാറുണ്ട്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നൃത്ത കലയാണ് കഥക് എന്ന് പറയുന്നത്. പിന്നീട് അവിടുത്തെ മെയിൻ നഗരങ്ങള് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് മുതലായവയാണ്. പിന്നെ അശോകസ്തംഭം. നമുക്കറിയാം അശോകസ്തംഭം എടുക്കുന്നത് എവിടുന്നാണ്? അശോകസ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് എന്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. ഇതൊരു ചെറിയ കുറിപ്പാണ്. അതിൽ നിന്നുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോ സ്തംഭത്തിലൂടെ പ്രസിദ്ധമായതാണ് സാരനാഥ് എന്ന് പറയുന്നത്. സാരനാഥിലെ സ്തൂപത്തിൽ നിന്നാണ് എടുത്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്. അപ്പൊ ഈ സാരനാഥ്, അതുപോലെ ആഗ്ര, അലഹബാദ്, കാൺപൂർ, ലക്നൗ, വാരണാസി ഒക്കെ ഇവിടെ വരുന്നതാണ്. 8 സംസ്ഥാനങ്ങളുടെ അതിർത്തിയാണ്. അതുപോലെ രാജ്യാതിർത്തി വരുമ്പോ ആരാണ്? നേപ്പാളായിട്ട് ഒരു രാജ്യാതിർത്തി വരുന്നുണ്ട്. പിന്നെ കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവിടുത്തെ ഫേമസ് നൃത്ത കലയാണ് കഥക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ വാസ്കോ ഡ ഗാമയെ കുറിച്ച് പറയാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പൊ അത് നോക്കിക്കേ, യൂറോപ്പിൽ നിന്ന് ഈ യാത്ര തുടങ്ങി ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ വശത്തെ കൂടെ വന്നു, ഇതേതാ തെക്ക് ഭാഗത്ത് കൂടെ വന്ന് പിന്നെ ഈ ഒരു വശത്തെ കൂടെയാണ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ചേരുന്നത്. അപ്പൊ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. ഇപ്പോ നമുക്ക് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 7 കോണ്ടിനെന്റ്സ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇങ്ങനെ 7 കോണ്ടിനെന്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏതാണ്? ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഏഷ്യയാണ് ഏറ്റവും വലിയ കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ വാസ്കോ ഡ ഗാമയുടെ സഞ്ചാരം വരുന്നത് ഈ അന്റാർട്ടിക് സമുദ്രം അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രത്തിലൂടെ ആയിരുന്നു എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് വാസ്കോ ഡ ഗാമയുടെ കാര്യം പറഞ്ഞു, കാർട്ടോഗ്രാഫറിന്റെ കേസ് പറഞ്ഞു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഉത്തർപ്രദേശിനെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിളിക്കാനുള്ള കാരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിന്റെ ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.